ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക കിച്ചടിയും ബീട്രൂട്ട് പച്ചടിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം വെള്ളരിക്ക കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി പകുതി വെള്ളരിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളരിക്കയുടെ പുറന്തോലും അതിനകത്തുള്ള വെള്ളരിക്ക ചോറും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം. വെള്ളരിക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളരിക്കയാണ് ഉള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും 1/2 കപ്പ് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കാം. വെള്ളരിക്ക ചൂടാകുമ്പോൾ വെള്ളരിക്കയിൽ നിന്നും വെള്ളമിറങ്ങും. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെന്ത വെള്ളരിക്കയുടെ വെള്ളമെല്ലാം വറ്റി വരണം. വെള്ളരിക്ക വെള്ളമെല്ലാം വറ്റി ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളരിക്ക കിച്ചടിയുടെ അരപ്പിന് വേണ്ടി 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുകും 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല കട്ടിയായി അരച്ചെടുക്കാം. അരപ്പ് വെള്ളരിക്കയിലോട്ട് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചൂടാക്കിയെടുക്കാം. കിച്ചടിക്ക് മീഡിയം പുളിയുള്ള തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ അരപ്പെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തൈരിൻ്റെ കട്ടകളെല്ലാം ഒരു സ്പൂൺ വെച്ച് ഉടച്ചു കൊടുക്കാം. തണുത്തിരിക്കുന്ന വെള്ളരിക്ക കിച്ചടിയിലോട്ട് ഇനി തൈര് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർത്താൽ മതിയാകും. ചൂടായ പാത്രത്തിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെള്ളരിക്ക കിച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വെള്ളരിക്ക കിച്ചടി റെഡിയായിട്ടുണ്ട്. ഇനി ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 250 ഗ്രാം തൂക്കം വരുന്ന ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബീട്രൂട്ടിൻ്റെ തോലെല്ലാം കളഞ്ഞ് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുക്കണം. 2 കപ്പ് ബീട്രൂട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ വെള്ളരിക്ക വേവിച്ചതുപോലെ തന്നെ കുറച്ച് ഉപ്പും 1/2 കപ്പ് വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. ബീട്രൂട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റി വരണം. ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ബീട്രൂട്ട് പച്ചടിയുടെ അരപ്പിന് വേണ്ടി 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1 കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി വളരെ കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് തണുത്ത് വന്നതിന് ശേഷം തൈര് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിയില്ലാത്ത തൈരാണ് പച്ചടിക്ക് ചേർക്കുന്നത്. ആവശ്യമെങ്കിൽ ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളരിക്ക കിച്ചടിക്ക് മീഡിയം പുളിയുള്ള തൈരും ബീട്രൂട്ട് പച്ചടിക്ക്
ചെറിയ പുളിയുള്ള തൈരുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതേപോലെ വെള്ളരിക്ക കിച്ചടിക്ക് നമ്മൾ കടുക് അരച്ച് ചേർത്തിട്ടുണ്ട്. പച്ചടിക്ക് കടുക് അരച്ച് ചേർത്തിട്ടില്ല. കടുകും കൂടെ വറുത്ത് ചേർത്താൽ രുചികരമായ ബീട്രൂട്ട് പച്ചടി റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്